അപ്പോൾ നമ്മുടെ എഞ്ചിൻ ഓയിൽ മാറുന്ന വീഡിയോ ഒക്കെ എണീറ്റ് പോടേ തുരുമ്പൊക്കെ കയറുന്ന സമയത്ത് ബ്ലാക്ക് ഔട്ട് ചെയ്തൊക്കെ പോകാൻ യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. പിന്നെ നമ്മുടെ ലൈക്രോളിൻ്റെ കർഷാമ്പുമാണ്. ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ഞാൻ റീൽസിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര വർത്താണ് സാധനം, നല്ലപോലെ വണ്ടി വൃത്തിയാവും. നമ്മുടെ അപ്പെക്സ് ഇവിടെ ആയിരുന്നു മോഡൽ. വ്ളോഗിങ്ങിനും പോകുമ്പോഴും ഈ ഒരു ഹെൽമെറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മൈക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അമടപ്പെട്ടി. അപ്പോൾ ഇതാണ് നമ്മൾ മാറ്റി വെച്ച സാധനങ്ങൾ. പിന്നെ ഇത് ഇടയ്ക്ക് വാങ്ങിയ ലിവർ പ്രൊട്ടക്റ്റേഴ്സ് ആണ്. ഇത് സംഭവം ഭയങ്കര തേപ്പാണ് കേട്ടോ. ഈ ഒരു സാധനം ആരും വാങ്ങിക്കരുത്. പറയാനുള്ള നമ്മുടെ NSൻ്റെ ആ ഒരു ഹാലജൻ വെണ്ടയ്ക്ക് ഇൻഡിക്കേറ്റേഴ്സാണ്, നമ്മുടെ KTMൻ്റെ ഇൻഡിക്കേറ്റേഴ്സാണ്. ഇത് അടിച്ചു പോയിട്ട സാധനം. ഡോമിനാറിൻ്റെ ഫ്രണ്ട് ഗ്ലാസും സംഭവങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫേസ് കാണിച്ചൊരു ഇൻട്രോ എടുത്തിട്ട് ഒരുപാട് നാളാവും. ഫേസ് അങ്ങനെ അധികം കാണിക്കാറില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്തെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് കണ്ടന്റ് ഉണ്ടാക്കാം എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ വണ്ടി ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് കേട്ടോ. അതായത് നമ്മുടെ എഞ്ചിൻ ഓയിൽ, വണ്ടി കഴുകുന്ന സാധനം, പിന്നെ നമ്മുടെ ടൂൾ കിറ്റ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ തോന്നി. ഞാൻ വണ്ടിയിൽ നിന്ന് അഴിച്ചു വെച്ച സാധനങ്ങളൊക്കെ ഇടയ്ക്ക് ആദ്യം കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു വീഡിയോയിൽ ഞാൻ അതിന് സെപ്പറേറ്റ് മാത്രം വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ വണ്ടിയിൽ നിന്ന് അഴിച്ചു വെച്ച സാധനങ്ങൾ മാത്രം നിങ്ങളെ കാണിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ കയ്യിലുണ്ട്. അതായത് 2018 മോഡൽ വണ്ടിയാണ്. അപ്പോൾ അന്നേ അഴിച്ചു വെച്ച ഒരുപാട് സാധനങ്ങൾ ഇപ്പോഴും എൻ്റെ കയ്യിൽ സേഫായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഒഴിക്കുന്ന എഞ്ചിൻ ഓയിലിൻ്റെ കുറച്ച് ക്യാനുണ്ട്, പിന്നെ നമ്മുടെ ടൂൾ കിറ്റ്, പിന്നെ വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം എങ്ങനെയാണ് ഒരു വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്ന് ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അന്നോട്ട് ഇന്ന് വരെ യൂസ് ചെയ്ത കുറച്ച് സാധനങ്ങൾ ആദ്യം പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എഞ്ചിൻ ഓയിൽ മാറുന്ന വീഡിയോ ഒക്കെ എണീറ്റ് പോടേ. അപ്പോൾ നമ്മുടെ എഞ്ചിൻ ഓയിൽ മാറുന്ന വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. നമ്മുടെ മോട്ടോകളുടെ ഫുള്ളി സിന്തറ്റിക് ഓയിലാണെങ്കിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുള്ളത് 20W50 ആണ്. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഫുള്ളി സിന്തറ്റിക് ഓയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു 2 ബോട്ടിൽ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഒന്ന് 1.5 ലിറ്ററും ഒന്ന് 1.25 ലിറ്ററുമാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അയ്യോ തിരിഞ്ഞു, ഇത് 1.5 ലിറ്റർ, ഇത് 1.25 ലിറ്റർ കേട്ടോ. പിന്നെ ഇത് നമ്മുടെ കൂളൻ്റാണ്. ഇത് ഞാൻ ഷോറൂമിൽ നിന്ന് വാങ്ങി ഒഴിച്ചിട്ട് അതിൻ്റെ ബാക്കി ഇങ്ങ് വീട്ടിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. അത് നമ്മളെ ബജാജിൻ്റെ ഷോറൂമിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ. റിലയൻസിൻ്റെ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇത് ബ്ലാക്ക് സ്പ്രേ പെയിൻറ്റ്, ചെറിയ തുരുമ്പൊക്കെ കയറുന്ന സമയത്ത് ബ്ലാക്ക് ഔട്ട് ചെയ്തൊക്കെ പോകാൻ യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. ഇത് ഇടയ്ക്കൊക്കെ എൻ്റെ സ്റ്റോക്ക് കാണും, ഇടയ്ക്കൊക്കെ സാധനം തീരും. പിന്നെ ഇത് നമ്മളെ ടൂൾ കിറ്റാണ്, ചട്ടിക്കകത്ത് ഇട്ട് വെച്ചേക്കുന്നത്. കുറച്ച് സ്പാനറും പിന്നെ അലങ്കി സെറ്റ്, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളാണ്. ഇതിൻ്റെ അകത്തും കുറച്ച് നട്ടും ബോൾട്ടൊക്കെയാണ് കേട്ടോ. ചിലപ്പോഴൊക്കെ ആവശ്യം വരും, ഏതെങ്കിലുമൊക്കെ മിസ്സാകുമ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റി തിരിച്ചൊക്കെ ഇടാറുണ്ട്. പിന്നെ നമ്മുടെ ലൈക്രോളിൻ്റെ കർഷാമ്പുമാണ്. ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ഞാൻ റീൽസിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വണ്ടി എങ്ങനെയാണ് ഇത്രയും വൃത്തിയായിട്ടിരിക്കുന്നതെന്ന് എന്നെ കളിയാക്കിയിട്ടൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. എല്ലാ ദിവസവും നീ വണ്ടി കഴിവുമെന്നൊക്കെ നമ്മുടെ വീട്ടിനടുത്തുള്ള ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ടാണ്, നമ്മുടെ ലൈക്രോൾ കർഷാമ്പു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ടാണ് വണ്ടി സ്ഥിരമായിട്ട് കഴിവാറുള്ളത് കേട്ടോ. ഭയങ്കര വർത്താണ് സാധനം, നല്ലപോലെ വണ്ടി വൃത്തിയാവും. നമ്മൾ ചില ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഷാമ്പു ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് കണ്ടൻറ്റൊക്കെ ഉള്ളതുകൊണ്ട് വണ്ടി നല്ലോണം ഫെയ്ഡ് ആവും കേട്ടോ. കഴിവുമ്പോൾ നല്ല ഗ്ലേസിങ് ആയിട്ട് തോന്നുമെങ്കിലും ഉണങ്ങുമ്പോഴത്തേക്ക് ഒരുമാതിരി ഫെയ്ഡൊക്കെ ആവും. പക്ഷേ ഈ സാധനം അങ്ങനെയല്ല. ഇതിൽ ചെറിയൊരു വാക്സ് കണ്ടൻറ്റൊക്കെ ഉള്ളതുകൊണ്ട് വണ്ടി ഉണങ്ങി കഴിഞ്ഞാൽ നമ്മളെല്ലാം എണ്ണ പുരട്ടി തുടച്ച ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര വാല്യൂ ഫോർ മണിയാണ്. ഞാൻ വേറൊരു ബ്രാൻഡ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് ഇത് തന്നെയാണ് കണ്ടിന്യൂസ് യൂസ് ചെയ്ത് പോകണം കേട്ടോ. അടിപൊളി സാധനമാണ്. ഇതിപ്പോൾ ബോട്ടിൽ പാക്കാണ്, ഞാൻ ഇടയ്ക്ക് വാങ്ങിയതാണ്. 5 രൂപയ്ക്ക് നമുക്കൊരു മറ്റേ സാധാ പാക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ബോട്ടിൽ സംഭവങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന കുറച്ച് സംഭവങ്ങളാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചത്. ഇതാണ് എൻ്റെ സെക്കൻഡറി ഹെൽമെറ്റ് കേട്ടോ. അതായത് ഞാൻ NS വാങ്ങിച്ചിട്ട് ആദ്യം എൻ്റെ ഒരു സ്റ്റഡ്സിൻ്റെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ഇതും സ്റ്റഡ്സിൻ്റെയാണ്. അപ്പോൾ അത് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ഹെൽമെറ്റ് എടുക്കുന്നത്. ഇത് ചെറിയ റഫ് യൂസാണ്. ചെറിയ ആവശ്യങ്ങളൊക്കെ പോകുമ്പോൾ ഈ ഒരു ഹെൽമെറ്റ് ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. ഇത് അത്യാവശ്യം വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഹെൽമെറ്റാണ് കേട്ടോ. ഇതിൻ്റെ ഷെല്ലിനൊക്കെ നല്ല സ്ട്രോങ് ആണ്, അത്യാവശ്യം വെയിറ്റും ഉണ്ട്. 2000 ഇത്ര സംതിങ് ആയിരുന്നു ഞാൻ അന്ന് വാങ്ങിയപ്പോഴത്തേക്കും. ഇത് നമ്മുടെ ആക്സറിൻ്റെ ഇപ്പോഴത്തെ ഹെൽമെറ്റ്. അതിൽ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും. നമ്മുടെ അപ്പെക്സ് ഇവിടെ ആയിരുന്നു മോഡൽ, ഫ്ലോറസെൻ്റ് കളറൊക്കെ വരുന്നതാണ്. അപ്പോൾ ഫ്ലോറസെൻ്റ് ഫെയ്ഡ് ആയപ്പോഴത്തേക്കും നമ്മുടെ ആദംസിൽ മച്ചാന്മാർ എനിക്ക് സ്പോൺസർ ചെയ്ത് തന്നെയാണ് ഈ ഫുള്ളി ബ്ലാക്ക്, ഗ്ലോസി ബ്ലാക്കാണ് ചെയ്തേക്കുന്നത്. പെയിൻറ്റ് ക്വാളിറ്റിയൊക്കെ നൈസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ആദംസുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഈ ഒരു സൈഡിലായിട്ടൊക്കെ നമ്മുടെ ഗോപ്രോയുടെ കുറച്ച് മൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വ്ളോഗിങ്ങിന്, ഇത് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോർട്രേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഒരു സാധനം എന്തിനാണ് ഒട്ടിച്ചേക്കുന്നത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മൈക്കിൻ്റെ അഡാപ്റ്റർ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സെറ്റപ്പാണ്. അപ്പോൾ നമ്മുടെ ആക്സറിൻ്റെ അപ്പെക്സ് ആണ് ഇരിക്കുന്ന പ്രൈമറി ഹെൽമെറ്റായിട്ട്. വ്ളോഗിങ്ങിനും പോകുമ്പോഴും ഈ ഒരു ഹെൽമെറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മൈക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് കാണാൻ പറ്റുമെന്തോ, ഇവിടെ നമ്മളെ മൈക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൈമറി ഹെൽമെറ്റ്. അതിൽ ബാക്കിൽ ചെറിയ ഗോപ്രോയുടെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വൈസർ മാറാറായി. നമ്മൾ ബ്ലാക്ക് വൈസർ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബ്ലാക്ക് വൈസർ എനിക്ക് അത്ര സുഖമായിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് OLX ഇട്ടിട്ട് സാധനം സെയിലാക്കി. അത് ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറൊരു മച്ചാൻ OLXൽ അത് സെയിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു ബ്ലൂ വൈസർ എടുക്കണം. ഇതിന് 2 വർഷത്തിൽ കൂടുതലാവും ഈ ഒരു വൈസർ എടുത്തിട്ട്. ഇത് അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ ഫെയ്ഡായിപ്പോയി. അപ്പോൾ പുതിയൊരു ബ്ലൂ വൈസർ എടുക്കണം.
പിന്നെ നമ്മുടെ അപ്പെക്സിൻ്റെ ഈ ഒരു ഹെൽമെറ്റ് ഭയങ്കര കിടിലാണ് കേട്ടോ. അതായത് നമ്മുടെ ആ ഒരു 5000 ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ഒരു 4500 5000 ആ ഒരു ഇടയ്ക്ക് റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഹെൽമെറ്റാണ്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ഹെൽമെറ്റിൽ. ഇത്രയും നാൾ കൊണ്ട് നടന്നിട്ട് എനിക്ക് വേറെ ഹെൽമെറ്റിലോട്ട് അപ്ഗ്രേഡ് ചെയ്യണം അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഭയങ്കര വാല്യൂ ഫോർ മണിയാണ്, ഭയങ്കര കംഫർട്ടാണ്. അതായത് നമ്മുടെ സൈസിനനുസരിച്ചുള്ള ഹെൽമെറ്റാണ് നമ്മൾ എടുക്കുന്നത്. വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഷേക്കൊന്നും ആവാത്തൊരു ഹെൽമെറ്റൊക്കെ എടുക്കുന്ന സമയത്ത് നോക്കിയെടുക്കുക കേട്ടോ. പക്ക കംഫർട്ടാണ്. അത് ലോങ് ഒക്കെ പോകുന്ന സമയത്തല്ല അല്ലെങ്കിൽ ഹൈ സ്പീഡ് പോകുന്ന സമയത്തല്ല ഇതിന് ബബിളിങ്ങോ ഷേക്കിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചെറിയൊരു എയർ വെൻറ്റിൽ കൂടെ ഇങ്ങനെ ഒരു കേൾക്കുന്നൊരു സൗണ്ട് ഉണ്ട്. അത് മാത്രമേ ചെറിയൊരു നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ. ബാക്കിയെല്ലാം പക്ക വാല്യൂ ഫോർ മണിയാണ്. എൻ്റെ ഷെല്ലായാലും അകത്തുള്ള പാഡിങ്ങൊക്കെ ആയാലും നമുക്ക് വാഷ് ചെയ്യാനൊക്കെ പറ്റും. ഷെല്ലൊക്കെ നല്ല സ്ട്രോങ് ആണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. എടുത്തപ്പോഴത്തേക്ക് 4994 കണ്ടായിരുന്നു വില. എനിക്ക് 4300 കിട്ടി, ഓഫറിലൊരു സ്ഥലത്ത് നിന്ന് കിട്ടി. അപ്പോൾ ആ ഒരു ഹെൽമെറ്റ് തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. വേറെ സീനൊന്നുമില്ല. എൻ്റെ പാഡിങ്ങൊക്കെ ഇളക്കി നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അങ്ങനെ വേറെ സീനൊന്നുമില്ല. സ്മെല്ലൊക്കെ ആവുന്ന സമയത്ത് ഇടയ്ക്ക് വാഷ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇത് നമ്മുടെ ഡോമിനറിൻ്റെ ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ വേണ്ടാത്ത പോർഷൻ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഡോമിനറിൻ്റെ ഫ്രണ്ട് ഗ്ലാസും സംഭവങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തെ LED പാനലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബെയറിങ്ങൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി അതിൻ്റെ അകത്ത് എന്തുണ്ടെന്ന് അറിയാൻ വയ്യ. നമ്മുടെ NSൻ്റെ അകത്ത് വരുന്ന ഡൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും അതുപോലെ ഇരിപ്പുണ്ട്. ഇത് NSൻ്റെ സ്റ്റോക്ക് അകത്ത് വരുന്ന ആ ഒരു സാധനം ഇരിപ്പുണ്ട്. വേറെ എന്തുണ്ട്, വേറെ മറ്റേ അതിൻ്റെ ഡോമിനറിൻ്റെ അതിൻ്റെ പ്ലഗൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അമട പെട്ടി. ഇതിലാണ് ഞാൻ നമ്മുടെ NSയിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് പാർട്സ് സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മാറ്റി വെച്ച സാധനങ്ങൾ. അത്യാവശ്യം എല്ലാം മാറ്റി നമ്മൾ വണ്ടിയിൽ നിന്ന് ഇളക്കിയിട്ടുള്ള എല്ലാ പാർട്സും ഈ ഒരു പെട്ടിക്കകത്ത് സേഫായിട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ മാത്രം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വേറെ കണ്ടൻറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വീണ്ടും കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റോക്കായിട്ട് വരുന്ന അണ്ടർബെല്ലിയാണ്. നമ്മുടെ വണ്ടിയുടെ കറക്റ്റ് റെഡ് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു രണ്ട് സൈഡിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അണ്ടർബെല്ലി ഇരിപ്പുണ്ട്. പിന്നെ ഇത് ഇടയ്ക്ക് വാങ്ങിയ ലിവർ പ്രൊട്ടക്റ്റേഴ്സാണ്. ഇത് സംഭവം ഭയങ്കര തേപ്പാണ് കേട്ടോ. ഈ ഒരു സാധനം ആരും വാങ്ങിക്കരുത്. 450 റേറ്റ് ഇട്ടേക്കുന്നത്. എനിക്ക് ഇതൊരു 380 കണ്ട കിട്ടിയായിരുന്നു. ഒരു ക്വാളിറ്റി ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റി ഇല്ല. അപ്പോൾ ലിവർ പ്രൊട്ടക്റ്റേഴ്സ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ക്വാളിറ്റി ഉള്ള സാധനമൊക്കെ നോക്കുക കേട്ടോ. ഈ ഒരു സെയിം മോഡൽ വാങ്ങിക്കരുത്. കാരണം ഇത് ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകും. ഇത് ഞാൻ എൻ്റെ ഈ ഒരു സൈഡിലെ ഒരു അലങ്കിയിട്ട് ഈ ഒരു സാധനം ലൂസാക്കിയിട്ട് ഈ ഒരു പോർഷൻ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് ആക്കിയിട്ട് ടൈറ്റ് ചെയ്തപ്പോൾ തന്നെ ഈ ഒരു സാധനം പൊടിഞ്ഞു പോയി. അതുകൊണ്ട് എനിക്കിത് ഒരു ദിവസം പോലും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല. ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് നമ്മുടെയൊക്കെ ഇൻഡിക്കേറ്റേഴ്സൊക്കെയാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയാനുള്ളത് നമ്മുടെ NSൻ്റെ ആ ഒരു ഹാലജൻ വെണ്ടയ്ക്ക ഇൻഡിക്കേറ്റേഴ്സാണ്. ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് ഇപ്പോൾ 2023 മോഡലിലുള്ളത്. പിന്നെ ഇത് നമ്മുടെ KTMൻ്റെ ഇൻഡിക്കേറ്റേഴ്സാണ്. ഇത് അടിച്ചു പോയ കേട്ടോ സാധനം. ഇത് ഏതാ ഒരു LED മാത്രം കണ്ട ഇപ്പോൾ കത്തുള്ളൂ. അപ്പോൾ അടിച്ചു പോയ സാധനത്തിന് പകരം നമ്മൾ വീണ്ടും ഇപ്പോൾ 4 ഡ്യൂക്കിൻ്റെ തന്നെയാണ് ഇരിക്കുന്നത്. ഡ്യൂക്കിൻ്റെ ഒറിജിനൽ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളത് ബാക്ക് നമ്പർ പ്ലേറ്റിൻ്റെ അവിടേക്ക് വന്ന ഹോൾഡറൊക്കെയാണ്. പിന്നെ ഏതാണ് ഇത് മറ്റേ ഹസാർഡാണ് കേട്ടോ. മറ്റേ 16 പാറ്റേൺ കൊണ്ടുള്ള ഹസാർഡാണ്. അപ്പോൾ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യൂല. കാരണം ഇത് ബാറ്ററി ഡ്രെയിൻ ആവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ മാക്സിമം നമ്മുടെ സിംടെക്കിൻ്റെ അല്ലെങ്കിൽ എക്സ്പ്ലാഷൻ്റെയൊക്കെ ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ പോലത്തെയൊക്കെ ജസ്റ്റ് യൂസ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ വണ്ടിക്ക് പണി കിട്ടും. ഇത് നമ്മൾ വയറൊക്കെ കട്ട് ചെയ്യേണ്ട വയറൊക്കെ ഇതേപോലെ തിരിക്കൊക്കെ കയറ്റി ഒട്ടിച്ചൊക്കെ വയ്ക്കുന്ന സെറ്റപ്പാണ്. അപ്പോൾ ഈ ഒരു ഫ്ലാഷർ പണി തരും. ഇടയ്ക്ക് എനിക്ക് പണി തന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഊരി വെച്ചത്. അപ്പോൾ അതും എൻ്റെ കയ്യിലിരിപ്പുണ്ട്. വർക്കിംഗ് ആണ് സാധനം. പിന്നെ നമ്മുടെ സ്റ്റോക്ക് ഹാൻഡിലിൻ്റെ ആ ഒരു പോർഷനൊക്കെ ഇരിപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ ഡോമിനറിൻ്റെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു ഹാൻഡിൽ സേഫായിട്ട് ഇരിപ്പുണ്ട്. നാളെ എന്തെങ്കിലും പണി കിട്ടുവാണെങ്കിൽ തിരിച്ചെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് സംഭവം സേഫാക്കി തന്നെ ഇരിപ്പുണ്ട്. ബാക്കി നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ സൈഡ് മാസ്കാണ് കേട്ടോ. നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഇപ്പോൾ റെഡാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഫുള്ളി റെഡാണല്ലോ വണ്ടി. അപ്പോൾ അതിൻ്റെ BS4 എടുത്തപ്പോഴത്തേക്കുള്ള ഇവിടെ ചെറിയൊരു റെഡ് സ്റ്റിക്കർ വരുന്നത് ഈ ഒരു പോർഷനിലായിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു രണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്ലാക്ക് ഇരിപ്പുണ്ട്. പിന്നെന്താ വരുന്നത്, പിന്നെ ഇത് നമ്മളിപ്പോൾ വ്ളോഗിങ്ങിന് ഉപയോഗിക്കുന്ന മൈക്കാണ്. മാവാനോ എന്ന് പറഞ്ഞിട്ട് ഒരു അത്യാവശ്യം നിങ്ങളിപ്പോൾ മോട്ടോ വ്ളോഗിങ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹെൽമെറ്റിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ വ്ളോഗിൽ കൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മൈക്കിൻ്റെ സൗണ്ടാണ്. അത്യാവശ്യം വാല്യൂ ഫോർ മണിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു സോണിയുടെയൊക്കെ മൈക്കിന് ഏകദേശം ഒരു 1800-2000 രൂപ റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് അതിൻ്റെ പകുതിയുടെ അത്രയും വില മാത്രമേ വരുന്നുള്ളൂ. നൈസാണ്, അടിപൊളി മൈക്കാണ്, വാല്യൂ ഫോർ മണിയാണ്. പിന്നെ നമ്മുടെ NSൻ്റെ സ്റ്റോക്ക് ഹെഡ്ലൈറ്റിൻ്റെ ബൾബാണ്. BS3-ക്കൊക്കെ ഏകദേശം ഒരു യെല്ലോ ഷെയ്ഡ് വെട്ടമായിരുന്നു. നമ്മുടെ ഹാലോജിന് യെല്ലോ ഷെയ്ഡായിരുന്നു. ഇത് ഏകദേശം ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, തെറ്റില്ലാത്ത വെട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു തരുന്നൊരു ബൾബാണ്. പിന്നെ ഉള്ളത് നമ്മുടെ സാരി കാർഡാണ്. സാരി കാർഡ് ഞാൻ വണ്ടി രജിസ്ട്രേഷൻ കഴിഞ്ഞപ്പോഴും കണ്ട ഊരി വെച്ചതാണ്. അതിനുശേഷം എൻ്റെ വണ്ടി സാരി കാർഡ് കണ്ടിട്ടില്ല, അന്ന് ഊരി വെച്ചതാണ് കേട്ടോ. രജിസ്ട്രേഷൻ കഴിഞ്ഞതിൻ്റെ അന്ന് തലേദിവസം കൊണ്ട് ഊരിയതായിട്ടാണ് എൻ്റെ ഓർമ്മ. അതേപോലെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്നത് നമ്മുടെ എന്തോ സാധനം
നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെയൊക്കെ ഡോമിനറിൻ്റെ ഹെഡ് സെറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ പോർഷനിൽ നിന്നൊക്കെ എടുത്ത് മാറ്റി നമ്മുടെ ബുഷും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതും അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് ഗാർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വെയിറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ അകത്തും കുറച്ച് നമ്മുടെ ഡോമിനറിൻ്റെ ഹാൻഡിൽ സെറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ക്ലിപ്പ് ഓണിൽ വരുന്ന അതിൻ്റെ ബോൾട്ടാണ്. അപ്പോൾ ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് ഞാൻ നമ്മുടെ NSന് വരുന്ന ഇവിടെ വരുന്ന സ്റ്റോക്കായിട്ട് വരുന്ന സിൽവർ കളറാണ് എടുത്തിട്ടോ. സിൽവർ ഇട്ടപ്പോഴത്തേക്കും കാണാൻ ഭയങ്കര രസമുണ്ട്, മറ്റേത് ഭയങ്കര ബ്ലാക്ക് ആയിപ്പോയി, അങ്ങനെ മാറ്റിയതാണ്. പിന്നെ ഇത് നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ ഹോൾഡറാണ്. നമ്പർ പ്ലേറ്റിൻ്റെ ഹോൾഡർ സ്റ്റോക്കായിട്ട് വരുന്ന നമ്പർ പ്ലേറ്റ് ഹോൾഡറാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മളിപ്പോൾ മഡ് ഗാർഡിൻ്റെ പുറത്താണ് നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവങ്ങൾ എൻ്റെ സേഫായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അന്നേ ഊരി മാറ്റിയ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു. ആസ് എ ബൈക്കർ എന്നുള്ള നിലയ്ക്ക് ഒരു വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബൈക്കൊക്കെ യൂസ് ചെയ്യുന്നവരെ അറിയാൻ പറ്റും. ഇതിൻ്റെ മെയിൻ്റെനൻസ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു സ്പ്രോക്കറ്റൊക്കെ തന്നെ ഏകദേശം എനിക്കിപ്പോൾ തോന്നുന്നു നമ്മുടെ ബൈക്കിൻ്റെ ഒരു സ്പ്രോക്കറ്റൊക്കെ തന്നെ ഏകദേശം ഒരു 2000 സംതിങ് ഇപ്പോൾ റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ NSനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓണർഷിപ്പ് റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വണ്ടി മെയിൻ്റെനൻസ് ഫ്രീ ആണ്. എനിക്ക് അങ്ങനെ വണ്ടി അധികം പണികളോ കാര്യങ്ങളും തന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഫുള്ളി ഒരു 4 വർഷത്തെ ആണെന്ന് തോന്നുന്നു. ലാസ്റ്റ് ടൈം ഓണർഷിപ്പ് റിവ്യൂ 4 വർഷത്തെ ഓണർഷിപ്പ് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ NSനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ കണ്ടാൽ മതി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വണ്ടിക്ക് അങ്ങനെ ഭയങ്കര കാര്യമായിട്ടുള്ള മെയിൻ്റെനൻസ് ഒന്നുമില്ല, അല്ലെങ്കിൽ പോക്കറ്റ് കീറുന്ന തരത്തിലുള്ള ഒരു മെയിൻ്റെനൻസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് എഞ്ചിൻ ഓയിലിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മൾ ഒരു എക്സ്റ്റെൻഡ് ചെയ്താൽ പിന്നത്തേക്ക് മാറ്റി വയ്ക്കരുത്. ഒരു ഓയിലൊക്കെ കറക്റ്റ് സമയത്ത് മാറിക്കൊണ്ട് പോകുകയാണെങ്കിൽ വണ്ടി നല്ല നൈസായിട്ട് ഇരുന്നോളൂ. വേറെ അങ്ങനെ ഭയങ്കര പണികളൊന്നുമില്ല. ബാക്കിയുള്ള 200cc ബൈക്കുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വണ്ടിക്ക് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ പൊതുവേ കുറവാണ്. വേറെ സീനൊന്നുമില്ല. വണ്ടി എടുത്തിട്ട് ഇത്രയും നാളായെങ്കിലും വണ്ടി ഇത്രയും നാളായി വണ്ടി ഒരു മടുപ്പാണ് അങ്ങനെയൊന്നുമില്ല. കൊടുത്തിട്ട് വേറെ വണ്ടി എടുക്കണം, കുറച്ചുകൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം, അങ്ങനെ ഒരു ഫീലൊന്നുമില്ല. വേറെ വണ്ടി എടുക്കാൻ നാളൊരു ഭാഗ്യം ഉണ്ടായാലും NSന് കൊടുക്കില്ല. അതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. നമ്മൾ വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ, ഓയിൽ, നമ്മൾ വണ്ടി കഴിയുന്ന ഷാമ്പൂ, പിന്നെ വണ്ടി നൂര് വെച്ച് ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ. അപ്പോൾ ജസ്റ്റ് വെറുതെ ഒരു വീഡിയോ ഒക്കെ ചെയ്തതാണ്. എത്ര പേരൊക്കെ യൂസ്ഫുള്ളായി, എത്ര പേരൊക്കെ എൻ്റർടൈൻമെൻറ്റ് ആയി എന്ന് അറിഞ്ഞൂടെ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ള കാര്യം ജസ്റ്റ് പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്തൊരു കിടലും വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.